ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാഗി ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക്സും അതേപോലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുറുക്കിന്റെ റെസിപ്പിയാണ്. വലിയവർക്കും കുട്ടികൾക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പം ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ആദ്യമായി കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്ന അധികം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഡ്രിങ്ക്സ് തയ്യാറാക്കാനായി ഇവിടെ ഞാൻ ഒരു കപ്പ് ക്യാരറ്റും അതേപോലെ ഒരു കപ്പ് ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് ഇത് 3 വിസിൽ വരെ ഇട്ട് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം ഇത് ചൂടാറാനായി മാറ്റി വെക്കാം. ഇവിടെ ഞാനൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റാഗിയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉത്കണ്ഠ കുറയ്ക്കാനും സമ്മർദ്ദം, തലവേദന, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ സ്ട്രെസ് സംബന്ധമായ രോഗങ്ങൾക്കും പരിഹാരമാണ്. ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും റാഗി കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ റാഗി പൗഡറിലേക്ക് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. റാഗി ആദ്യമായിട്ട് തയ്യാറാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ റാഗി പെട്ടെന്ന് കുറുകിയിട്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം തീ വളരെ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. അതേപോലെ കൈ നിർത്താതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പം ഇവിടെ റാഗി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. റാഗിയിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് റാഗി ലഭിക്കേണ്ടത്. അധികം തിക്കുമല്ല, എന്നാൽ ഭയങ്കര ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ്. ഇവിടെ ഞാൻ നേരത്തെ തയ്യാറാക്കിയിരുന്ന ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ചൂടാറിയിട്ടുണ്ട്. അതേപോലെ റാഗിയും തണുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചൂടാറിയതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും ഒരുമിച്ച് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ 2 ടീസ്പൂണ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, കുറുക്കിലേക്ക് ഞാൻ ബാറ്ററിൻ്റെ പകുതിയാണ് മാറ്റി വെച്ചിരുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നട്ട്സൊക്കെ ചേർത്ത് കുട്ടികൾക്ക് കുറുക്ക് തയ്യാറാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇനി തയ്യാറാക്കുന്നത് ഡ്രിങ്ക്സ് ആണ്. അപ്പം നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ബാറ്ററിലേക്ക് ഏലക്കയും പഞ്ചസാരയും പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇതാണ് ഇതിന് ഫ്ലേവർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റിൻ്റെയും ആ ബീട്രൂട്ടിൻ്റെ ഒക്കെ റോ ടേസ്റ്റ് ഇതിലേക്ക് കടക്കും. അപ്പം ഏലക്കയും പഞ്ചസാരയും പൊടിച്ച് ചേർക്കാൻ ആരും മറക്കരുത്, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. റാഗി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഹെൽത്തി ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.